എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അറിയോ എന്താന്നോ? അവഹിതം സെക്കൻഡ് മന്ത് ഓഫ് അവർ മാരേജ്. ഫോൺ ചെക്ക് ചെയ്ത് അത് പറഞ്ഞു വരട്ടെ. He cheated on me. Found him having a nude video chat with another woman. ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് കൊണ്ടുവരും. എന്തെങ്കിലും ചെയ്യുന്നേ. Relationships. That's always an intriguing. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടാകും. അതല്ലല്ലോ നമ്മള് തിരിച്ച ചോദ്യം വേണ്ട. ശരി, കേരള റിലേഷൻഷിപ്സ്. അയ്യോ, ക്രെഡിറ്റിലെ പേജാണ്. അൺഹെൽത്തി അറ്റാച്ച്മെന്റ് വിത്ത് സമ്മൺ ഹു ഹാഡ് എ ക്രഷ് ഓൺ മീ. ഓക്കെ, കഥ തുടങ്ങാം. സോ ഐ ആം എ കോളേജ് സ്റ്റുഡന്റ്. ലോങ് സ്റ്റോറി ഷോർട്ട്, എ സീനിയർ ഗായ് ഇൻ മൈ കോളേജ് ഹാഡ് എ ക്രഷ് ഓൺ മീ. നാച്ചുറൽ, എല്ലാ കോളേജിലും ഉണ്ടാവണം. വി സ്റ്റാർട്ടഡ് ചാറ്റ് ചെയ്ത് തുടങ്ങിയവർ കോളേജിലൊക്കെ മലയാളം, ഞാൻ ഇംഗ്ലീഷ്, ഞാൻ മലയാളം. ഓക്കെ, ഇതാണ് നല്ലത്. കോളേജിലൊക്കെ വെച്ച് കാണുമ്പോൾ ചിരിക്കാനും ടാറ്റ തരാനും ഒക്കെ തുടങ്ങി. ഓക്കെ, ചാറ്റിംഗ് പിന്നെ കോളായി. എല്ലാ കാര്യവും അറിയുന്നവനായി പുള്ളി. ഓക്കെ, ആൻഡ് ഐ ഗോട്ട് അറ്റാച്ച്ഡ്. ഓക്കെ, അത് ഇത്ര സംസാരിച്ചാവും. എല്ലാ കാര്യവും അറിയാവാർന്ന് പുള്ളിക്ക്. ശരി, എല്ലാ കാര്യവും അറിയാവാർന്ന് പുള്ളിക്ക്. ആൻഡ് ഐ ഗോട്ട് അറ്റാച്ച്ഡ്. പെണ്ണ് അറ്റാച്ചായി. മെസ്സേജ് ലേറ്റ് ആയാൽ വെപ്രാളം പോലെയൊക്കെ അവൻ തുടങ്ങി. ഓ, ചെക്കൻ സീൻ. ഹി സെഡ് ഹി ഹാഡ് ഫീലിങ്സ്. എനിക്ക് ഫീലിങ്സ് ആണോ അറ്റാച്ച്മെന്റ് ആണോ എന്നറിയില്ലാർന്ന്. എന്റെ കേസിൽ പെട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ക്ലിയർ ആയിരുന്നു. ഡ്യൂ ടു റിലീജിയസ് ഡിഫറൻസ് ആൻഡ് ഐ ഹാഡ് എ ഫീലിംഗ് ലൈക്ക് തുടക്കത്തിലുള്ള ഒരു ഉത്സാഹമായിരിക്കും. ആൻഡ് ദാറ്റ് ഹി ഡസന്റ് ലവ് മീ ദാറ്റ് മച്ച്. ഐ കൺവേഡ് ഓൾ ദാറ്റ് വിത്ത് ഹിം. ഇതൊക്കെ അവന്റെ അടുത്ത് പറഞ്ഞു. ഹി സെഡ് നിന്റെ ഇഷ്ടം പോലെ. പിന്നീട് എക്സാംസ് ആയപ്പോഴേക്ക് ഞാൻ പോലും വിചാരിക്കാതെ വിധത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റാതെയായി. സോ ബാഡ്. ഒന്നും പഠിക്കാൻ തോന്നുന്നില്ല. ഫോൺ കോൾസ് കണ്ടിന്യൂഡ് ആഫ്റ്റർ എക്സാംസ്. എനിക്ക് ഡിസ്റ്റൻസ് ഇടണം എന്ന് ഉണ്ടായിരുന്നു. ബട്ട് ഡിസ്റ്റൻസ് ഇടുമ്പോൾ ലോൺലിനെസ് പോലെ തോന്നി. ജസ്റ്റ് വീണ്ടും ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. വീണ്ടും ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിയായിരിക്കും അല്ലേ? കുറെ ഉള്ള കാര്യം ഇത് അടുത്ത ലൈൻ എങ്ങനെ. പിന്നീട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അറ്റാച്ച് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അങ്ങനെ മ്യൂച്വലി ബ്രേക്ക് എടുക്കാറുന്നു ഞങ്ങൾ. ബട്ട് ഇവൻ ഇടയ്ക്ക് വന്ന് മെസ്സേജ് ഇട്ട് അല്ലേ റീൽ അയച്ച് ബ്രേക്കും എന്നൊരു മെസ്സേജ്, ഒരു റീല് പപ്പടം കാച്ചണവനെ എണ്ണ തിളച്ച് വരുമ്പോ ഒരു പപ്പടം. അപ്പൊ ശരിയായി. അയ്യോ, വിഷയമാണുള്ളത്. നല്ല രസമുണ്ട്. ഓക്കെ, അടുത്തത് വായിക്കാം. അങ്ങനെ വീണ്ടും എക്സാംസ് വന്നു. ഇതെന്താ ഇതാ KTU ആണോ? അത് എഞ്ചിനീയറിംഗ് പഠിക്കണായോ? ദിസ് ഈസ് എഞ്ചിനീയറിംഗ്. എനിക്ക് മുമ്പ് എക്സാം കൊളവായതിന്റെ എനിക്ക് മുമ്പ് എക്സാം കൊളമായതിന്റെ പേടിയിൽ ഞാൻ എക്സാം തീരുന്ന വരെ കോണ്ടാക്ട് വിടാൻ പറഞ്ഞു. ഹി അഗ്രീഡ്. എക്സാം പഠിച്ചു. ബട്ട് ലക്ക് വാസ് ഇൻ മൈ ഫേവർ. അവൾ തോറ്റുണ്ടാവും. മൈൻഡ് ഇവന്റെ കാര്യം ഓർത്ത് ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. ബട്ട് ഐ തിങ്ക് ഐ ഡിഡ് ബെറ്റർ ദെൻ ദ പ്രീവിയസ് എക്സാം. മുന്നത്തെ എക്സാമിനേക്കാളും നന്നായിട്ട് പഠിച്ചവൾ എഴുതി. ഐ ആം വൺ ഓഫ് ദി സ്റ്റഡിയസ്റ്റ് സ്റ്റുഡന്റ് ഇൻ മൈ ക്ലാസ്. സോ എക്സാമിന് ഫെയിൽ ആവുന്ന തോട്ട് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. പഠിപ്പിയായിരുന്നു. അയ്യോ, നമ്മളുടെ ഗാങ്ങല്ല. Oh my god, 99.5 mark out of 100. My god, I am suicidal. ടീച്ചറിന്റെ ചോദ്യം ഹാഫ്. നീ എടാ നമ്മ ഏതെങ്കിലും സീരീസ് എക്സാമിന് ഫുള്ള് പാസ് ആയിട്ടോ?
എനിക്ക് തോന്നണില്ല. ഫുള്ള് പാസ്സായിട്ടോ ഏതെങ്കിലും ഒരെണ്ണം പാസ് ഒരു രണ്ടെണ്ണൊക്കെ പാസ്സാവാൻ ഭാഗ്യമുണ്ട്. അതെ, ഇവനോട് ദേഷ്യം പോലെ എക്സാം തോറ്റേന് ഇവനോട് ദേഷ്യം പോലെ ചെക്കൻ റീലൈക്കണോണ്ടാ. ഫോൺ കോൾസ് ഒക്കെ വിടാൻ തുടക്കത്തിൽ പറയുമായിരുന്നെങ്കിലും ഹി ഡിഡിൻ ലിസൺ. അങ്ങനെ എനിക്കും കൂടെ നിർത്താൻ പറ്റണില്ല. എന്നെ ഫുള്ളി കണക്ഷൻ കട്ട് ഓഫും ചെയ്യാൻ പറ്റില്ലാത്ത രീതിയായി. കോളേജിലൊക്കെ കാണുമ്പോൾ കപ്പിൾസ് ആണെന്ന് വിചാരിക്കും, ബട്ട് റിലേഷൻഷിപ്പ് ഇല്ല. എനിക്ക് നിന്റെ അപ്പം നടക്കാൻ ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ നിന്റെ മാത്രം ഇഷ്ടമാണ്. ഐ ഹാവ് അനദർ എക്സാം കമ്മിങ് അപ്പ് സൂൺ, ബട്ട് ഇപ്പൊ ബുക്ക് എടുത്താൽ ഒരു ഫിയർ പോലെ, പഠിക്കാൻ പറ്റുന്നില്ല, കോൺഫിഡൻസ് ഒക്കെ പോയതുപോലെ. പിന്നെ റിസൾട്ട് വരുന്നത് റിസൾട്ട് വരുന്നത് ഓർത്തിട്ട് ഗ്ലൂമി ആയിട്ടിരിക്കും. ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഫൈനലി എല്ലാം പറഞ്ഞിട്ട് ഐ സെഡ് ഐ നീഡ് എ ലോങ് ബ്രേക്ക്. എന്നിട്ട് എല്ലാം നിർത്തി കോണ്ടാക്ട് ഒക്കെ. ഐ തോട്ട് ഐ വുഡ് മൂവ് ഓൺ, ബട്ട് ഇപ്പോഴും എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. മൈൻഡ് ഫുൾ പ്രീ ഓക്യുപ്പൈഡ് ആണ്. പേഴ്സണാലിറ്റി വൈസ് ഹി ഈസ് നോട്ട് ഈവൻ ടു മച്ച് ഓഫ് എ ബാഡ് പേഴ്സൺ, ബട്ട് ഉടായ്പൊക്കെ ഉണ്ട് കയ്യിൽ. ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് കൊണ്ടുവരും, അത് തലക്കിട്ടുണ്ട്. വീണ്ടും ഒഴിഞ്ഞൊഴിഞ്ഞ് കൊണ്ടുവരും, തലക്കിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നേ. ഞാൻ കണക്ഷൻ ആക്കിയെങ്കിലും ഞാൻ മെസ്സേജ് നോക്കിയിരിക്കും. ഇപ്പൊ കണക്ഷൻ കട്ടാക്കിയപ്പോ പണ്ടത്തെ എല്ലാം ഓർത്ത് നൊസ്റ്റ് അടിച്ചിരിക്കുന്നു. പിന്നെ ഇടക്കൂടെ വരും പോകുന്ന റിസൾട്ട് ഓർത്തിട്ട് പേടി. 8 months ഓളം കണക്ഷൻ ഉണ്ടായിരുന്നു. ആൾ പാസ് ഔട്ട് ആയി ഫ്രം കോളേജ്, സോ ഐ വോണ്ട് സീ ഹിം അഗെയിൻ ദർ. ബട്ട് സ്റ്റിൽ ഉള്ളിൽ എന്തൊക്കെയോ നല്ല വിഷമം പോലെ. ആൻഡ് ഐ കാൻ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ഹിം. വാട്ട് ഷുഡ് ഐ ഡു? ഷുഡ് ഐ റീകണക്ട് അഗൈൻ ഓർ ട്രൈ ടു മൂവ് ഓൺ? ഐ നോ ഐ ഷുഡ് മൂവ് ഓൺ. ഇഫ് ദെൻ ഹൗ? പറയാണ്ട് പോയി എന്തോ ഇല്ല, ചെക്കൻ പാസ് ഔട്ട് ആയി പോയി. അവൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് അവളുടെ പ്രശ്നം. എക്സാം ഒക്കെ തോറ്റ് കയ്യിലായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എഞ്ചിനീയറിംഗ് ആണ്. ഉറപ്പല്ലേ? അതിന് സംശയമില്ലല്ലോ, KTU ആയിരിക്കാം. കാരണം റിസൾട്ട് പടപെടാന്ന് വരുന്നുണ്ട്. അതെ പെട്ടെന്ന് എക്സാമുകളും വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കൊറേ കൊല്ലം കഴിഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കൊറേ കൊല്ലത്തിന് ശേഷം. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. അറിയോ എന്താന്ന്? എന്ത് ജിൻ കാര്യം പറയുന്നേ? എന്തത്? അവഹിതം. അവഹിതം. അതെ. ഓക്കെ, കഥ വായിക്കാം. ഡോണ്ട് ബ്ലെയിം മീ ആസ് ഐ ആം നോട്ട് ഇൻ എ സിറ്റുവേഷൻ ടു ഹിയർ ഇറ്റ്. ഓക്കെ, എന്നെ കുറ്റം പറയരുത്. ഞാൻ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. ഇതൊരു 25 വയസ്സുള്ള ഫീമെയിലാണ് പറയുന്നത് കേട്ടോ. 25 ഫീമെയിൽ. മൈ ഹസ്ബൻഡ്, 33 വയസ്സുള്ള ഹസ്ബൻഡ്, ഗോട്ട് മാരീഡ് ആഫ്റ്റർ 2 years ഓഫ് റിലേഷൻഷിപ്പ്. ഇവർ 2 റിലേഷൻഷിപ്പിന് ശേഷം കല്യാണം കഴിച്ചു. ആൻഡ് വി ആർ മാരീഡ് ഫോർ 4 years. 4 കൊല്ലമായി അവരുടെ ജീവിതത്തിലാണ്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലേ? നീ അത് മാത്രം വായിക്കണേ. വി ഹാവ് എ ബേബി. അവർക്കൊരു കൊച്ചുണ്ട്. In the 2nd month of our marriage, by checking his phone, I found that he had a lot of flirting relationship when we were in relationship. 2ാം മാസത്തിൽ കല്യാണം കഴിച്ച് 2ാം മാസത്തിൽ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവര് റിലേഷൻഷിപ്പിലാണെന്നപ്പോഴേ ഇംഗ്ലീഷ് പഠിക്കും. നോക്കി, 2nd month of our marriage. ഫോൺ ചെക്ക് ചെയ്ത്. അപ്പോ പഴയ ചാറ്റ് കണ്ട മീൻസ് ആ സമയത്ത് തൊട്ടുണ്ടെന്ന്. അവര് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോ തൊട്ടുള്ള ചാറ്റ് ഉണ്ടെന്ന്. അയ്യോ, നിന്നെ ഞാൻ എത്ര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം വായിക്കുന്നത് ഞാൻ കേട്ടില്ല. നീ ഗംഗ പോലെയായില്ലോ, ചെലങ്കൊക്കെ എടുത്തിട്ട്. ഇത് ചെലങ്കല്ല, ചിലക്ക് തന്നെയാ. ഓക്കെ, അപ്പൊ കല്യാണം കഴിച്ച് 2ാമത്തെ മാസം മൂപ്പരാള് ചെക്കന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോ അവര് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പം വേറെ പിള്ളേരായിട്ട് ചാറ്റില്. ഹി ഈവൺ ആസ്ക്ഡ് എ ഗേൾ ടു കം ഫോർ ആൻ ഔട്ടിംഗ്.
ഓ അവൻ വേറെ കൊച്ചിനോട് ചോദിച്ചായിരുന്നു വാ ബാബാ പുറത്തേക്ക് പോകുന്ന ഏത് റിലേഷനിൽ ഉണ്ടായ സമയത്ത്. ആഫ്റ്റർ ലോട്ട്സ് ഓഫ് കോറൽ ഫൈനലി ഐ ഫോർഗേവ് ആസ് ഹി പ്രോമിസ്ഡ് ഹി വോണ്ട് റിപ്പീറ്റ് ഇറ്റ് ആസ് നൗ വി ആർ മാരീഡ്. ഓക്കെ, അത് പിടിച്ച് തല്ലുപിടുത്തായി വീട്ടില്. അയ്യോ തല്ലായി. അപ്പൊ കുഴപ്പമില്ല, ഹാങ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കി. മന്ത്സ് ലേറ്റർ ഐ ഫൗണ്ട് ഹി വാസ് അഗെയിൻ ചാറ്റിംഗ് വിത്ത് എ ഗേൾ ഇൻ ഇൻസ്റ്റാഗ്രാം. ഗേൾസ് ഇൻ ഇൻസ്റ്റാഗ്രാം. ഓ ഒരാളല്ല, കുറെ പേരുണ്ട്. അഗെയിൻ ഐ ഫോർഗേവ്. വീണ്ടും ക്ഷമിച്ചു. രണ്ടാമത്തെ ചാൻസ്. മാരേജ് ഈസ് കോംപ്രമൈസ് ആയോ. And moved on as it's just chatting. Later I found him testing hellos and highs in the comment box as I am now monitoring his inbox. ഇത് വലിയ കഥയായോ. Okay. That too I forgave. അതും ഞാൻ ക്ഷമിച്ചു. I have noticed him deleting messages and I never asked him about that. അവൻ മെസ്സേജ് അയച്ചതൊക്കെ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. ബുദ്ധിണ്ട് പെട്ട് ഈ ഫോൺ കൊടുത്തിട്ട് ഇതൊക്കെ കാണിക്കുന്നത് എന്ത് മണ്ടത്തരാന്നാ. അല്ലടാ അവള് വല്ല സ്പൈ ആപ്പ് കയറ്റിണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടി ആകും. അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ് ലോഗിൻ ചെയ്തിട്ടായിരിക്കും കേറുന്നുണ്ടാവും. നോട്ട് ദാറ്റ് നിനക്ക് കാശ് സൂക്ഷിക്കണം. നിനക്ക് ആവശ്യം വരും. നമുക്ക് തിരിച്ചുതരാം. Once I found a pic of a girl in a gallery and അതായത് വേറെ പെണ്ണിന്റെ ഫോട്ടോ ഗാലറിയിൽ കിട്ടിയപ്പോൾ and asked him, but അവനോട് ചോദിച്ചു ഇതെന്ത് ഈ ഫോട്ടോ, ഇതേതാ പെണ്ണ് ഈ ഫോട്ടോ. But he's കൈ തട്ടി ഡൗൺലോഡ് ചെയ്താണ്. Asked him, but he said it was just a bank employee who looked after bank related things in his workplace. Oh, business talks. Okay. And ബാങ്കിന്റെ കാര്യം നോക്കുന്ന പെണ്ണാണ്. കുറച്ച് business meetings. But through social media I found she is unemployed and I know something is there between them. Oh, ബാങ്കിൽ ജോലി ഇല്ലായിരുന്നു. Even I didn't ask anything further. But last year when I had my baby and was in my post എന്തോ സാധനം പാർട്ടം പീരീഡ് I found him having a nude video chat with another woman. എന്താ oh my god. ചില്ല okay. That made me devastated. I didn't eat and sleep for months. Ranganna. And even tried to suicide. Oh, ഇത് dark. I was that type of girl who don't even look at another man because to me looking at another man and admiring him is a cheating. One gem in this world. ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. I was 101% loyal to him even he cheated on me. After 10 days, ഇത്രയും തെറ്റും അവൻ ചീറ്റ് ചെയ്തു. After 10 days or so, I decided to give a last chance for the video call thing. എന്റെ പൊന്നിത് എത്ര പ്രാവശ്യം ഫോർഗേവ് ചെയ്തടാ, എത്ര വട്ടം 4-5 വട്ടം ഫോർഗേവ് ചെയ്യണ്. And he again promised he won't repeat it. But in the very next month, നമ്മള് ക്രിസ്ത്യാനികള് പാപം ചെയ്തിട്ട് കുമ്പസാരിക്കും. ഇനി പാപം ചെയ്യാണെങ്കിൽ മരിക്കുന്നത് ഇല്ലേ അങ്ങനെ പറഞ്ഞ് കുമ്പസാരിക്കും. അത് കഴിഞ്ഞിട്ട് ആ പാപം ചെയ്തിട്ട് പിന്നെ വന്ന് കുമ്പസാരിക്കും. അപ്പൊ അവൻ വീണ്ടും സമ്മതിച്ചു ഞാൻ ഇങ്ങനെ ചെയ്യില്ല, കുഴപ്പമില്ല, എന്നെ ബന്ധ വീട്. അടുത്ത മാസം തന്നെ I found him flirting with another one of my friends in WhatsApp. അതും ഇവളുടെ ഫ്രണ്ടിനായിട്ട്. When I asked him, he said it's just a random chat, not a flirting. I forgave all that as I loved him so much. Last month ഇത്രയൊന്നും നമ്മ പോസ്റ്റ് ചെയ്തതിന്റെ ലാസ്റ്റ് മന്ത് ആണോ അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത് ആണോ? ആയിരിക്കും, ലാസ്റ്റ് മന്ത് ആയിരിക്കും. അല്ലല്ല, പോസ്റ്റ് ചെയ്തതിന്റെ ലാസ്റ്റ് മന്ത് ആയിരിക്കും. ലാസ്റ്റ് മന്ത് നോ ഹാപ്പി എൻഡിങ് ആണിത്. Last month I found that he have a fake Instagram account only to flirt and call other girls. But this time I didn't reacted, didn't quarrel, didn't blame him, just kept silent, acted as nothing happened. He said he won't repeat it, but I know he will do this again. പഠിച്ചു.
Whenever I tell him to text and call me instead of these girls, he says he's busy with work. Since I didn't want to go again into a depression, I found another guy online. 36 MB. That's how അങ്ങനെയാണ് ഇപ്പോ കാര്യങ്ങളൊക്കെ. ഇത് കുഴപ്പമില്ല. മുമ്പൊരാള് കുറെ ക്ഷമിച്ചല്ലോ. അല്ല, അവള് ഫീഡ്ബാക്ക് എടുത്തിട്ട് അതിനവള് പഠിച്ചിട്ട് ബക്ക് കളഞ്ഞ് അതന്നെ കുറ്റം പറയാൻ പറ്റില്ല. Since he too is in a loveless relation, we became friends. മറ്റവനും അങ്ങനെയൊക്കെ തന്നെയാണ്. And now it's the change of infidelity, but we are not emotionally connected and all. It's just a secret affair. We are not serious. Now my marriage is as smooth as ever. I am not checking his phone and love him more than ever. It's very complicated. Am I a bad person? Will I hurt him? ഇത് കാരണവന്റെ ചിന്ത എന്താന്ന് എനിക്ക് അറിയണം. നിങ്ങൾക്ക് അഭിപ്രായം അയ്യോ, നീ കല്യാണം കഴിക്കുമ്പോ നീ പേടിക്കൊന്നും വേണ്ട. P.S. This is not an invite for new boyfriend. Am I a bad person? അറിയില്ല. How many of you have shared your heartbreak story or situation with ChatGPT? What was the reply you got? ഞാൻ ചെയ്യാറുണ്ട്. അയ്യോയെ നീയോ? ഞാൻ ChatGPT ചോദിക്കാറുണ്ട്. ഞാൻ തെറാപ്പി സെഷൻ ഒക്കെ ഉണ്ട്. ഇമാജിൻ ദാറ്റ് യു ആർ മൈ തെറാപ്പിസ്റ്റ് ആൻഡ് ആസ്ക് മീ ക്വസ്റ്റ്യൻ ആൻഡ് സീ വാട്ട്സ് ഗോയിങ് ഓൺ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ChatGPT എടുത്ത് ഞങ്ങൾ വൈകുന്നേരം 3 മണിയൊക്കെ വരെ സംസാരിച്ചിരിക്കാറുണ്ട്. ഞാൻ ChatGPT. ഇറ്റ്സ് എ ഗുഡ് ഫ്രണ്ട്.